ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടനടി ഉപാധികളില്ലാത്തതും സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും എൻക്ലേവിലൂടെ തടസ്സമില്ലാതെ സഹായങ്ങൾ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് യുഎൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയമാണ് അമേരിക്ക വീറ്റോ ചെയ്തത്. ഹമാസിനെ തള്ളിപ്പറയാൻ പ്രമേയം തയ്യാറായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ വീറ്റോ. ഇസ്രായേലിന്റെ സുരക്ഷ യുഎൻ രക്ഷാസമിതി പ്രമേയം മുഖവിലക്കെടുത്തില്ലെന്ന് ആക്ടിംഗ് യുഎസ് അംബാസിഡർ ഡൊറോത്തി ഷിയ പറഞ്ഞു. ഹമാസിനെ അപലപിക്കാത്തതും ഹമാസ് നിരായുധീകരിച്ച് ഗാസ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടാത്തതുമായ ഒരു നടപടിയെയും പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമേയത്തെ രക്ഷാസമിതിയിലെ 15-ൽ 14 രാജ്യങ്ങളും പിന്തുണച്ചു. അതേസമയം നിരുപാധികമോ സ്ഥിരമോ ആയ വെടിനിർത്തലിനുള്ള ആഹ്വാനം ഇസ്രായേൽ നിരസിക്കുകയും ഹമാസിന് ഗാസയിൽ തുടരാൻ കഴിയില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു. കരടിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത കൗൺസിൽ അംഗങ്ങളെ ഇസ്രായേലിന്റെ യുഎൻ അംബാസിഡർ ഡാനി ഡാനോൻ വിമർശിച്ചു. നിങ്ങൾ പ്രീണനവും കീഴടങ്ങലും തിരഞ്ഞെടുത്തു. സമാധാനത്തിലേക്ക് നയിക്കാത്ത ഒരു പാതയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെന്നും ഇത് കൂടുതൽ ഭീകരതയിലേക്ക് നയിക്കുമെന്നും ഡാനി ഡാനോൻ പറഞ്ഞു. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള യുഎൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം വീറ്റോ ചെയ്തുകൊണ്ട് അമേരിക്ക ശക്തമായി മറുപടി നൽകിയെന്ന് വോട്ടെടുപ്പിന് ശേഷം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പ്രസ്താവനയിൽ പറഞ്ഞു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അവഗണിക്കുന്നതായ ഒരു നടപടിയെയും പിന്തുണയ്ക്കില്ലെന്നും മാർക്കോ റുബിയോ പറഞ്ഞു. അമേരിക്കയുടെ വീറ്റോയെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുകയും അമേരിക്കൻ ഭരണകൂടത്തിന് നന്ദി പറയുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.